ഹലോ ഗായ്സ്, ഞാൻ കളിയാട്ടത്തിന് പോവാണ് കേട്ടോ ഗായ്സ്. കളിയാട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉത്സവങ്ങളുടെ ഒടുക്കാന്നൊക്കെയാണ് ഞാൻ കേട്ടത്. എനിക്ക് കൃത്യമായിട്ടുള്ള ഐതിഹ്യമൊന്നും അറിയില്ല. നല്ല മഴയാണ് ഗൈസ്, മഴയത്തൊരു ഉത്സവം. ഓക്കെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. എൻ്റെ മുഖത്ത് ഒരു ബ്ലഷ് നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? അപ്പോൾ ഞാൻ കളിയാട്ടത്തിന് പോവുകയാണ്. കളിയാട്ടം നമ്മുടെ നാട്ടിലല്ല, കുറച്ച് പോകാനുണ്ട്. പക്ഷേ എൻ്റെ നാട്ടിലാണ്. പക്ഷേ ഇത് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നേ വരെ കല്യാണം കഴിയുന്നത് വരെ ഇതുവരെ ആ കളിയാട്ടത്തിന് പോയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇത് 4ാമത്തെ കളിയാട്ടമാണ് ഗൈസ്. നമുക്ക് വീട്ടിലെ സാഹചര്യം കൊണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാഞ്ഞത്. ഒന്നാമത് അച്ഛൻ ഗൾഫിലായിരുന്നു. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഉത്സവമല്ല ഇത്. ഒന്നാമത് ഭയങ്കര ക്രൗഡാണ്, നല്ല ആളുകളുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് പോവാറുണ്ട്. ഇപ്പോൾ ഇക്കൊല്ലം ഞാൻ പോവാണ്. കണ്ണനെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അവനെയും കൊണ്ട് പോയാൽ ശരിയാവില്ല ഈ മഴയത്ത്. എനിക്ക് ഒന്നാമത് ക്രൗഡിൻ്റെ ഇടയിലും അവനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവിടെ അങ്ങാടിയിലുണ്ടാവും. ഞാൻ അതുവരെ എത്തണം. ആൾ കളിയാട്ടത്തിന് ഓൾറെഡി പോയിരിക്കുക ഫ്രണ്ട്സിൻ്റെ കൂടെ. പിന്നെ എൻ്റെ കൂടെ പോകാമല്ലോ വിചാരിച്ച് പോരുകയാണിപ്പോൾ. അപ്പം ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. എനിക്ക് അങ്ങാടിയിൽ എത്തേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ഏട്ടൻ എത്തിയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി. ഏട്ടൻ ബാഗ് കൊണ്ടുപോയിരുന്നു വർക്കിന് പോകുമ്പോൾ. അപ്പോൾ അത് ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്യുന്നത് ഫൈഹ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും. അവിടെ വെച്ചു ഞങ്ങൾ. പിന്നെ നമ്മൾ പോവുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മഴയത്ത് ഇങ്ങനെ പോവാൻ. എനിക്ക് കുടയോ അല്ലെങ്കിൽ മറ്റേ റെയിൻകോട്ടോ ഒന്നും എനിക്ക് വേണം നിർബന്ധമേ ഇല്ല കേട്ടോ. ഏട്ടന് ഒന്നാമത് റെയിൻകോട്ട് ഇട്ടിട്ടില്ല. ആളെ റെയിൻകോട്ട് വണ്ടീൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്ത ഐലൈനർ വാട്ടർ പ്രൂഫൊക്കെ തന്നെ കേട്ടോ. പക്ഷേ ഐലൈനർ ഓരോ നിമിഷം കൂടുന്തോറും മാഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനത്തെ ലുക്ക് ഞാൻ കാണിച്ചു തരണ്ടേ, ദിഗംബരനെ വെല്ലുന്ന ലുക്കാണ്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പോവാണ് കേട്ടോ. നല്ല രസമല്ലേ ഈ മഴയത്ത് ഇങ്ങനെ ആസ്വദിച്ച് പോവാൻ ഗൈസ്. പിന്നെ എല്ലായിടത്തും നല്ലോണം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയിരുന്ന എൻ്റെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്ന വഴിയൊക്കെ കവുങ്ങിൻ്റെ തോട്ടങ്ങളും കാര്യങ്ങളും വയലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ആകെ വെള്ളം നിറഞ്ഞ് സെറ്റായിട്ടുണ്ട്. പക്ഷേ അതും കാണാൻ രസമാണ്. പക്ഷെ അത് കാരണം ഒരുപാട് പേർക്ക് നാശനഷ്ടങ്ങളുണ്ട് കേട്ടോ. കാരണം വാഴക്കൃഷിയും അതേപോലെ ചെറിയ ചെറിയ എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആകെ ചീഞ്ഞളിഞ്ഞ് നാറിയിട്ടുണ്ട്. അപ്പം അതൊരുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, നഷ്ടമല്ലേ. എന്നാലും കുഴപ്പമില്ല, മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. ഞാൻ വെറുതെയാണ് ഗൈസ് ഇത്രയും മേക്കപ്പ് ഇട്ട്, ഒരാവശ്യമില്ല. ഇനി വെറുതെ ഒന്ന് കണ്ണെഴുതിയാൽ മതി. ഇനി അതും കൺമശിയുണ്ട്. ഐലൈനർ വാട്ടർ പ്രൂഫ് ആണല്ലോ എന്നുള്ള പ്രതീക്ഷ പോയത്. അങ്ങനെ പിന്നെ നമ്മൾ പെട്രോളൊക്കെ ഫുള്ളാക്കിയിട്ടോ. കാരണം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടതല്ലേ, രാത്രിയും കൂടിയല്ലേ. അങ്ങനെ നമ്മൾ വണ്ടി നമുക്ക് അങ്ങോട്ട് കയറ്റുന്നതിന് കുറേ ലിമിറ്റേഷൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പാലത്തിൻ്റെ ഇപ്പുറത്താണ് വണ്ടി നിർത്തിയത്. അവിടെ നിന്നിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ആളെ കൊഴിഞ്ഞിരുന്നു. ആംബുലൻസൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, അവിടെ തല കറങ്ങി വീഴ്, അല്ലെങ്കിൽ ഒന്നാമത് അവിടെ മദ്യപാനം ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ആളുകളും ഉണ്ടായിരിക്കും. പിന്നെ ഈ കൊണ്ടുപോകുന്ന ചടങ്ങിൽ ഇത് തൂക്കി പിടിക്കുന്ന ആളുകൾക്കും കുറേ കഴിയുമ്പോൾ പെയിനും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അതായിരിക്കാം. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. എന്നാലും തിരക്ക് ഞാൻ ഉദ്ദേശിച്ച അത്ര ഇല്ലായിരുന്നു. മഴ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നും അല്ല കേട്ടോ ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളങ്ങനെ മുട്ടി കൊണ്ട് ആളുകൾ പോവാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ അമ്മയുടെ സന്നിധി. നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈ ഗാലറി ഇപ്പോൾ വന്നതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇല്ല എന്നാണ് ഒരു അറിവ്. ഇത് കോയമ്പത്തൂരുള്ള ഏതോ ചങ്ങായി ചെയ്യിച്ചതാണ്. എന്തായാലും നന്നായി ഇരുന്ന് കാണാൻ. വ്യത്യാസമുള്ള വേറൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ്, ഇത് കണ്ടില്ലേ? ഈ പ്രതിമ വേറൊരു രീതിയാണ്. അതായത് ഒരു മയിലിനെയും ഒരു തോണീനെയൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഉത്സവം ആഘോഷിക്കുന്ന ആളുകൾക്ക് നല്ല രസമാണ് കേട്ടോ. നല്ല ഡാൻസും അതേപോലെ കൊട്ട്, സ്വന്തമായിട്ട് ഓരോ ടീമിനും ഓരോ കൊട്ട് ടീംസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇവർക്കൊരു ഡ്രസ് കോഡ് ഉണ്ടായിരിക്കും. ഇതിലെന്താണെന്ന് വെച്ചാൽ നല്ല രസം, ഗേൾസും ബോയ്സൊക്കെ അങ്ങോട്ട് കിട്ടുന്നത്തുള്ളൂ ഗൈസ്.
കുടിക്കുന്നവരും ഉണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല, അവർ കുറേ വടി കൊണ്ടൊക്കെ അംഗം വിട്ട് അങ്ങനത്തെ ഓരോ പരിപാടികളുണ്ട് നമ്മളെ ആളുകളെ ആകർഷിക്കാനാണ്. അപ്പോൾ ഏട്ടനും ഞാനും കുട ചൂടിയാട്ടോ നിൽക്കുന്നത്. നമുക്ക് ഗാലറിയുടെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ പുറത്തേക്ക് അങ്ങനെ നിൽക്കുന്ന സ്ഥലമുണ്ട്, അവിടെ നിന്നു. ആദ്യമൊക്കെ ബാക്കിലേക്ക് ഇനി അവിടെ നിന്നൊന്നും തീരെ കാണാൻ കഴിയുന്നില്ലായിരുന്നു. പിന്നെ മുന്നോട്ട് ഇങ്ങനെ ആളുകൾ ഒഴിയുന്നതിനനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റി. അതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടോ. നമ്മളൊരു 1.5 മണിക്കൂർ അങ്ങനെ നിന്ന് കണ്ടു. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം കേട്ടോ. കേട്ടില്ല ഗായ്സ്, ഇങ്ങനെ ഓരോ നല്ല വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടിലൊക്കെ കൊട്ടിട്ടോ. പിന്നെ നമ്മൾ കണ്ണന് കൊടുക്കാനും എനിക്ക് വേണ്ടിയാണ് മെയിനായിട്ട്. കണ്ണൻ്റെ പേര് ഞാൻ പറയും, എന്നാലും എനിക്ക് വാങ്ങിയത് തന്നെയാണ് കേട്ടോ അത്. കണ്ണന് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വിചാരിച്ചു. ഇത് ലൈറ്റ് എത്തുന്നത്, പക്ഷെ എന്നെ കാണുന്നതന്നെയല്ല ഗായ്സ്. ഞാൻ കുറേ ശ്രമിച്ചു നോക്കി, എന്നെ കാണുന്നതന്നെയല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് കേട്ടോ ഇത് ശ്രദ്ധയപ്പെട്ടത്. ചെറിയ കുട, അപ്പം മഴക്കാലമല്ലേ, കണ്ണനൊരു കുട വാങ്ങിയൊക്കെ വിചാരിച്ചു. വലിയ റേറ്റ് ഒന്നുമില്ല, 150 രൂപ ഒരു കുടയ്ക്കും. 2 കുട എടുക്കുകയാണെങ്കിൽ 250 കൊടുത്താൽ മതി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിന് ചിലപ്പോൾ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യം എടുത്ത 2 കുടയ്ക്കും ഡാമേജ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്കത് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. എങ്കിലും ഒരു രസമാണ് കേട്ടോ, നമുക്ക് 150 രൂപയ്ക്ക് ഒക്കെ വെർത്താണ്. പിന്നെ നമ്മൾ ആ പൈസയ്ക്ക് നമ്മൾ അത്രയും ക്വാളിറ്റിയെ പ്രതീക്ഷിക്കാനും പറ്റുള്ളൂ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്തായാലും നമ്മൾ കണ്ണനെ ഏതെടുക്കണം എന്ന് വിചാരിച്ച് കൺഫ്യൂഷനൊക്കെയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ചേട്ടൻ നമുക്ക് കുറേ തിരഞ്ഞൊക്കെ തരുന്നുണ്ട്. പിന്നെ ഒരു കളറ് ഒരു ഇളനീല ഉണ്ടായിരുന്നു, അത് നോക്കിയപ്പം അത് ഡാമേജ് ആയിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ വേറെ സ്റ്റോക്ക് ഉണ്ട്, ഞാൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നതായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, അത് തുറന്നു നോക്കിയപ്പം അതിനും ഡാമേജ് ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലി കിട്ടിയിട്ടോ. പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിക്കാതെ എങ്ങനെയാണ് ഗൈസ് ഈ മഴയത്ത് നടക്കുക. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറി. അപ്പോഴാണ് കേട്ടോ ഈ ബോർഡിൽ കണ്ടില്ലേ ഗൈസ്, പച്ചമുളകിൻ്റെ ഒക്കെ ഐസ്ക്രീം ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കഴിക്കാൻ തീരെ താല്പര്യമില്ല, വെറുതെ ട്രൈ ചെയ്ത് പോയിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലേക്ക് വിടുന്നതിൻ്റെ ഇടയിൽ വിശക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു കടയിൽ കയറിയിട്ടോ. ഇത് നമ്മളെ കൊണ്ടോട്ടിയുള്ള സ്പോട്ട് തന്നെയാണ്, ഷവായക്ക് സെറ്റ് സ്പോട്ടാണ് കേട്ടോ. അവിടെ എത്ര ഷവായ അല്ലേ അവിടെ വെച്ചിരിക്കുന്നത്, നിങ്ങൾ കണ്ടില്ലേ അവിടെ കറക്കാൻ വെച്ച ഷവായനെ, എത്ര ചിക്കനാണ്. ഇതൊക്കെ ഇവിടെ മുതലാവുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് എവിടെ ഇരിക്കാന്ന്, നമുക്ക് പുറത്തും ഇരിക്കാം അകത്തും ഇരിക്കാം. അകത്ത് AC ഉണ്ട്, താഴെ ഇരിക്കാം മുകളിലിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ മുകളിലാണ്. മുകളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വ്യൂ കാണുന്ന രീതിയിലാണ്. ഓപ്പോസിറ്റ് ഉള്ളത് മൊയ്യൻകുട്ടി വൈദ്യർ അറിയില്ലേ, നമ്മുടെ മാപ്പിളപ്പാട്ടിൻ്റെ ഉസ്താൻ, ആളെ പരിപാടി അവിടെ ഒരു അക്കാദമിയാണ്. അപ്പോൾ നിങ്ങളൊന്നുമില്ല പേടിക്കാൻ കേട്ടോ ഗൈസ്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കണ്ണുണ്ടല്ലോ എനിക്ക് കാണാൻ കഴിയാത്ത രീതിയിലായിരുന്നു. കാരണം ദിഗംബരനൊക്കെ വെല്ലുന്ന്, കാരണം എനിക്ക് തോന്നിയിട്ടോ. കാരണം ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയ ടൈമിൽ തന്നെ എന്നെ കണ്ടപ്പോൾ ഒരാൾ നിറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു വശപ്പശൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഐലൈനർ ഓൾറെഡി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പോയി നോക്കിയപ്പോഴാണ് ഇത്രയും വഷളായെന്ന് മനസ്സിലായത്. പിന്നെ ഷവായനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെറ്റ് സാധനമാണ് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് മാങ്ങയാണ് കേട്ടോ. ഞാൻ വിചാരിച്ച ഉരുളക്കിഴങ്ങാണെന്നാണ്, പക്ഷേ മാങ്ങയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ണിന് കൊണ്ടുപോയി ഇത് കൊടുത്തു.